محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തുൽ സുമറിലെ 42-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് എഴുതിച്ചു, 32 മുതൽ ഒന്ന് എഴുതിച്ചു.
സുമറിലെ 42-ാമത്തെ ആയത്തിന്റെ വിശദീകരണം അതിന്റെ ഏകദേശം അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചതുപോലെ നമ്മുടെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. അപ്പൊ മരണത്തെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കഫാബിൽ മൗത്തി വാഹിദ പറഞ്ഞു. കഫാബിൽ മൗത്തി വാഹിദ, മരണം തന്നെ മതി നിനക്ക് ഏറ്റവും വലിയ ഉപദേശകനായിട്ടുള്ളതാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ് എന്നാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ ആയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എന്ന് പറഞ്ഞാൽ എന്നും രാത്രി നമ്മൾ ഉറങ്ങുന്നു, ആ ഉറക്കം ഒരു മരണമാണ് എന്നാണ് ഈ ആയത്തിന്റെ ആശയം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അല്ലാഹു മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആത്മാവിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു. എന്നാൽ മരിക്കുന്ന സമയത്ത് മാത്രമല്ല, വല്ലത്തില്ലം തമുത് ശ്രീ മനാമിക, മരിക്കാത്തവരിൽ നിന്ന് ഉറക്കിന്റെ സമയത്തും ആത്മാവിനെ പിടിച്ചു വെക്കും. അപ്പൊ എങ്ങനെയാണ് ഈ പ്രതിഭാസം അല്ല പറയുന്നത്? യുംസിക്കുല്ലത്തി ഖള അലൈഹൽ മൗത്ത്, ആരിലൊക്കെ മരണം വിധിച്ചുവോ അവരിൽ നിന്ന് പൂർണ്ണമായും അതിനെ പിടിച്ചു വെക്കും. രണ്ടാമത്തേത് താൽക്കാലിക, എന്നാൽ മറ്റുള്ളവയെ രണ്ടാമത്തെ വിഭാഗത്തെ ഒരു നിശ്ചിത അവധി വരേക്ക് വീണ്ടും അവൻ അയക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കാൻ കഴിവുള്ളവർക്ക്, ചിന്താശേഷിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ആയാത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ദൃഷ്ടാന്തം എന്നത് ഒരു ശാസ്ത്രം എന്ന അർത്ഥത്തിലല്ല ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ആയാത്ത് ദൃഷ്ടാന്തമുണ്ട്, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ആയാത്ത് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ സയൻസ് എന്ന രൂപത്തിൽ ചിന്തിക്കേണ്ട. മറിച്ച് ആ ആയാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ തന്നെ അള്ളാഹ് പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്. അതായിരുന്നു കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മളൊരു 80 ക്ലാസ്സുകളിലായിട്ട് ഒരു ഏകദേശം ഒരു 10-30ഓളം ആയത്തുകളിലൂടെ വിശദീകരിച്ചു വന്നത്. അതിൽ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 3 പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചത്. അത് ഖുർആനിലെ പ്രാർത്ഥനകളാണ്. ഇന്ന് ഈ 3 പ്രാർത്ഥനകൾ നമുക്ക് പറയാണ്ട് അത് ഹദീസുകളിൽ ഉള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ആയത്തിന്റെ ജവാബ് കൂടിയാണ്. നമ്മൾ പഠിക്കുന്ന ആയത്ത് ഏതൊരു കാര്യമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, അങ്ങനെ നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. ഒരാൾ തഫ്സീർ ഇങ്ങനെ വായിക്കുക, തഫ്സീർ ഇങ്ങനെ അൽബക്കറ മുതൽ ഇങ്ങനെ വായിച്ച ഒരാൾ ഇങ്ങനെ പോവാണ്, അത് ഫഹ്മുൽ ഖുർആനാണ്. അത് ഫഹ്മുൽ ഖുർആനാണ്. കാരണം ഖുർആൻ ആയത്ത് ഇങ്ങനെ മനസ്സിലാക്കാം, ഖുർആൻ എന്താണ് മനസ്സിലാക്കാം, അതിന്റെ ആയത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാം. ഇനി അതിന്റെ വ്യാഖ്യാനം കൂടി ഇയാൾ വായിക്കുക, അതെന്താണ് തഫ്സീറുൽ ഖുർആനാണ്, ഖുർആന്റെ വിശദീകരണമാണ്. എന്നാൽ മൂന്നാമത്തെ തോന്നുന്നുണ്ട് എന്താ തദബ്ബുറുൽ ഖുർആൻ. അതാണ് ഒരു വ്യക്തിക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ ഖുർആൻ വായിക്കുന്നവരുണ്ട് അല്ലേ. ഒരു ചെങ്ങായിട്ടല്ല ഇസ്ലാമിനെ നന്നായിട്ട് വിമർശിക്കുന്ന ചെങ്ങായിട്ടുണ്ട്, ഒരു ആരിഫ്. എന്താണ് അത് ഖുർആൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. ജബ്ബാർ ഖുർആൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എന്തിനാണ് അവർ വായിക്കുന്നത്? അത് വായിച്ചിട്ട് അവർക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. അത് ഖുർആൻ അവർ ഫഹ്മ് ചെയ്യാൻ, അവർ വ്യാഖ്യാനം വായിക്കുന്ന എത്ര ആൾക്കാർ, തഫ്സീർ വായിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ വായന അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്യണം, ആലോചിക്കണം. തദബ്ബുർ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. അതെന്താണ്? അത് വെറും ഒരു തഫ്സീർ മാത്രമല്ല, മറിച്ച് ആ ഖുർആനിനെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അപ്പോൾ നമുക്ക് ആയത്തിനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റും. ഏതൊരു കാര്യത്തെ ആർക്കും വിമർശിക്കാം, മനസ്സിലായില്ലേ? ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കുറച്ചൊരു ചെറിയൊരു യുദ്ധം നടന്നു. ആ സമയത്ത് ഇന്ത്യക്കാരെന്താ പറഞ്ഞത്? ഇന്ത്യക്കാരായ എല്ലാ ആൾക്കാരും എന്താ പറഞ്ഞത്? നല്ലോണം കാച്ചണം എന്നാ പറഞ്ഞത് അല്ലേ? അല്ലെ, അതാണ് അതിന്റെ സൈക്കോളജി. അതാണ്. അപ്പൊ നബിന്റെ കാലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ കഴുത്ത് വട്ടണം എന്നതാണ് ആയത്ത്. അത് എവിടുക്കാണ്? എല്ലാ മുസ്ലിമീങ്ങളായ ആൾക്കാർ കഴുത്ത് വെട്ടണമെന്നാണോ? ആണോ? അല്ല, പിന്നെന്താണ്? ആ യുദ്ധം നടക്കുമ്പം ആ യുദ്ധത്തിന്റെ സമയത്ത് എങ്ങനെയായിരിക്കണം യുദ്ധം എന്ന് ഇറങ്ങിയ ആയത്താണ്.
അപ്പൊ ഒരാൾ ആയത്ത് മാത്രം അടർത്തി എടുത്തിട്ട് എല്ലാ കാഫിനും തല വട്ടണം ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞാല് മനസ്സിലായി പറഞ്ഞത്. അപ്പൊ ഇതേപോലെ ഖുർആനിനെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ഇനി അത് മാത്രം മനസ്സിലാക്കൽ മാത്രമല്ല അവർ എങ്ങനെ ഉൾക്കൊണ്ടു അതാണ് തത്വം. അവരെങ്ങനെ ഉൾക്കൊണ്ടു, ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതാണ് തത്വം ശരിക്കും. അപ്പൊ അവരതിനെപ്പറ്റി നല്ലോണം ആലോചിച്ചു, അവർ ചിന്തിച്ചു, അത് പഠിച്ചു മനസ്സിലാക്കിയവർ. ഇവിടെ ഈ ആയത്തിനെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എത്രാമത്തെ ആയത്താണ്? 42ാമത്തെ ആയത്തിന്റെ പകത്തിലാക്കം നമ്മൾ പഠിച്ചു, ആയത്ത് കാണാതെ ചൊല്ലി പഠിച്ചു. പിന്നെ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച്, പല ടൈപ്പ് മരണത്തെ കുറിച്ച് നമ്മൾ ആയത്തിൽ കണ്ടു. നല്ല മരണം, ചീത്ത മരണം, മരണസമയത്ത് മനുഷ്യനുണ്ടാകുന്ന അവസ്ഥ എന്താണ്, അവന്റെ വേദന എങ്ങനെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഈ ആയത്തോടൊക്കെ നമ്മൾ നോക്കി. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ 3 പ്രാർത്ഥന ഖുർആനിൽ കണ്ടു. ആ 3 പ്രാർത്ഥനയാണ് അവസാനത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ആ 3 പ്രാർത്ഥന എന്താണ്? ഈമാൻ കിട്ടി മരിക്കണം. മരിക്കുന്നുള്ള കാര്യം ഉറപ്പ്, നമ്മൾ പേടിച്ചൊന്നും കാര്യമില്ല. ഖുർആൻ വെറുതെ നമ്മളങ്ങനെ പേടിപ്പിക്കാന്ന് നമ്മൾ കാര്യമൊന്നുമില്ല, പേടിക്കാത്ത എന്തൊരു കാര്യമൊന്നുമില്ല. മരിക്കുന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ പേടിച്ചാലും പേടിച്ചിട്ടില്ലെങ്കിലും, ധൈര്യമായിരുന്നാലും ധൈര്യമില്ലെങ്കിലും ഒക്കെ മരിക്കാൻ സമയമായാൽ നമ്മൾ മരിക്കും, അത് സംശയമില്ല. അത് ഉറപ്പാണ്, അത് ഉറപ്പാണ്. എന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? മരിക്കുന്ന സമയത്ത് നല്ല മരണമാവണം, അല്ല അതല്ല ഒരു ബുദ്ധിയുള്ളവൻ ആഗ്രഹിക്കേണ്ടതാണ്. അപ്പൊ അതിന് ഖുർആനിൽ 3 പ്രാർത്ഥന പറഞ്ഞു. ആ 3 പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ 3 പ്രാർത്ഥനയും നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക്, നമ്മളെ ഖുർആനിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ സംഗതി എന്താ? എത്ര ഉന്നതമായ അവസ്ഥയിലുള്ളവരാണെങ്കിലും, ഏത് പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, അവരൊക്കെയും പ്രാർത്ഥിച്ചത് ഈമാൻ കിട്ടിയുള്ള സാലിഹായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള മരണത്തിന് വേണ്ടി. അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതൊക്കെ ഓർമ്മല്ലേ? ഇപ്പൊ ഒരു അങ്ങേയറ്റം ദുർബലരായ ആളുകൾ, ഒന്നിനും പറ്റാത്ത ആളുകൾ, ശക്തി കുറഞ്ഞ ആൾക്കാർ, ഒറ്റപ്പെട്ട ആൾക്കാർ, ഇപ്പൊ എത്രയോ ആളുകളെ അങ്ങനെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എത്ര ദുർബലം. ഫലസ്തീനൊക്കെ നമുക്കറിയാം, ചെറിയ കുട്ടികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും നൂറുകണക്കിന് മരണങ്ങൾ പുറലോകം അറിയുന്നില്ലെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 ആൾക്കാർ ഫലസ്തീൻ മരിച്ചത് 100 ആൾ മരിച്ച കണക്കെ നമുക്ക് പുറത്ത് കിട്ടുന്നുള്ളൂ, നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും മുസ്തഫീങ്ങളായ ആൾക്കാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു. പഠിച്ചവനെ നല്ല മരണം കൊണ്ട പഠിച്ചവനെ പ്രാർത്ഥിച്ചു, അല്ലെ? അതാണ് ഫിറഔന്റെ പട്ടാളത്തില് മുസ്ലിമീങ്ങളായ ആൾക്കാരെ ഫിറഔൻ പറഞ്ഞ് കയ്യും കാലും തീർച്ചയായും വെട്ടി ക്രൂശിക്കുന്നു പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് എന്താ? ഞങ്ങള് മടങ്ങി, നിങ്ങളെങ്ങനെ കൊന്നാലും ഞങ്ങൾ മടങ്ങുന്നത് കൊടുക്കാണ്. ഞങ്ങൾക്ക് ക്ഷമ നല്ലോണം കൊണ്ട പഠിച്ചവനെ, ക്ഷമ വാരിക്കോരി കൊണ്ട പഠിച്ചവനെ, എന്നിട്ട് ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു. നോക്കിങ്ങൾ, ഇനി എത്ര ഉന്നതമായ നിലവാരം. അപ്പൊ മരണത്തെ കുറിച്ച് പറഞ്ഞ ആയത്തടക്കങ്ങൾ എടുത്തു നോക്കിയിട്ട് അടച്ചുപൂട്ടപ്പെട്ട ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും നീ മരിക്കുന്ന ഖുർആനിലുണ്ട്, അല്ലെ? കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ് ആര്? സുലൈമാൻ നബി കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്, രാജാവാണ്, അല്ലെ? സൈന്യങ്ങളുണ്ട്. ഏതൊക്കെ സൈന്യങ്ങൾ? മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യനെ ശത്രുക്കളായ മനുഷ്യന്മാരെ കണ്ടാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാലും കാണാത്ത പടയാളികളുണ്ട്. അതാരാ? സുലൈമാൻ നബിക്ക് ജിന്നുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് വേറെ രാജാവുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലെ? ഇന്നിപ്പോ ലോകത്ത് കുറെ രാജാക്കന്മാരുണ്ടല്ലോ. ഒരു രാജാവിന് ജിന്നുകള് പട്ടാളക്കാരായിട്ട് വിചാരിച്ചോളി, ആ രാജാവിനോളം പറ്റിയ രാജാവുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം ആ ജിന്നുകളെ മനുഷ്യന് കാണാൻ കഴിയാത്ത പട്ടാളക്കാരാ, അല്ലെ? എന്നിട്ട് പോലും ആ സുലൈമാൻ നബി എന്താ പ്രാർത്ഥിച്ചത്? മുസ്ലിമായി മരിപ്പിക്ക്, സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി പഠിച്ചു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ ആയത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് ഇതൊക്കെ. ഖുർആന്റെ കുറച്ച് സമയം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ, ഒന്ന് ഒഴിഞ്ഞിരുന്നാൽ ഈ പ്രാർത്ഥന ഒക്കെ പഠിക്കാൻ പറ്റും. ഈ പ്രാർത്ഥനയൊക്കെ പഠിക്കാനും പറ്റും, ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കാനും നമുക്ക് പറ്റും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ 3 പ്രാർത്ഥനകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ആ 3 പ്രാർത്ഥനയും കണ്ടെത്തി നമ്മൾ പഠിക്കണം. കാരണം ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ദിനേന നടക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മുഴുവനും പഠിച്ച് ഖുർആന്റെ വലിയ ആലിമാകാനൊന്നുമല്ല,
മറിച്ച് നമ്മൾ പ്രാഥമികമായി ഖുർആനിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽപ്പെട്ടതാണ് എന്ത്? ഈ പ്രാർത്ഥനകളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ആയത്ത്, അതായത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, അതായത് ഉറക്കിന്റെ സമയത്ത് ആത്മാവിനെ പിടിക്കും, എന്നിട്ട് അല്ലാഹു തആല തിരിച്ചു തരും. എന്നാൽ ചില ആൾക്കാർ ഉറക്കിൽ തന്നെ മരണപ്പെട്ടു പോകും. അതാണ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ചിന്തിക്കാനുള്ളത് എന്താണ്? ഉറക്കത്തിൽ മരിച്ചുപോയ കുറെ ആൾക്കാരുണ്ട്. നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മൾ ആ ഉഹ്റയിൽപ്പെട്ടവരാണ്. അത് കുറച്ച് ആൾക്കാർക്ക് വീണ്ടും തിരിച്ച ആത്മാവിനെ കൊടുക്കുന്നതാണ്. അങ്ങനെ കിട്ടിയതുകൊണ്ടാണ് എന്തായത് നമ്മളിന്ന് എഴുന്നേറ്റത്. മനസ്സിലായിട്ട് പറഞ്ഞത്. ഇത് വലിയൊരു ആശയമാണ്. അപ്പൊ എന്നും ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളിൽ ഇതൊരു പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് പഠിക്കാൻ. നമുക്ക് ഇത് കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാം. ഓരോ ആയത്തിലും നമുക്ക് കിട്ടേണ്ടത് മുഴുവനും നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത അതിലേക്ക് കടക്കുക. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ പറഞ്ഞ അതേ പദങ്ങളെ, ആയത്തിലെ അതേ വാക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞു എന്നാണ്. അപ്പം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ കൂടെ ഇതേ ആശയമുള്ള വേറെയും ഉറങ്ങുന്ന സമയത്തുള്ള രണ്ട് പ്രാർത്ഥന കൂടി ഇതിന്റെ കൂടെ ഒരു പ്രാർത്ഥന കൂടി അതിന്റെ കൂടുതലുണ്ട്. അതിന്റെ കൂടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാല് ഈശ്വരി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോണ സമയത്ത് അതിങ്ങനെ ചൊല്ലി കാണാതെ പഠിക്കാൻ വേണ്ടി പറ്റും. സ്റ്റിക്കർ ആക്കിയിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. ഞാനിത് വായിക്കാൻ ശ്രദ്ധിക്കുക. ബിസ്മിക റബ്ബി വദഅതു ജംബി. അത് ചൊല്ലുന്ന ആൾക്കാർ, അറിയുന്ന ആൾക്കാർ കൊടുത്തിട്ടുണ്ടാകും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ ആൾക്കാരൊന്ന് ക്ഷമിക്കുക, അറിയാത്ത ആൾക്കാർ പഠിക്കുക. ഞാനത് വായിച്ചുതരാം. ആദ്യം വായിക്കാൻ പഠിച്ചാലേ നമുക്ക് ചൊല്ലാൻ പഠിക്കട്ടോ. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഇതൊക്കെ പഠിക്കാം, പെട്ടെന്ന് മറക്കാതെ ചെല്ലാൻ പറ്റും. ബിസ്മിക റബ്ബി, എന്താണ്? വദഅതു ജംബി. ബിസ്മിക റബ്ബി വദഅതു ജംബി. പറയട്ടെ. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു. അത് ശ്രദ്ധിക്കണേ. നമുക്ക് ആദ്യം വായിക്കാൻ പഠിക്കണം, നേരെ നമുക്ക് ഒരു സമയത്ത് കാണാൻ പഠിക്കാൻ പറ്റുള്ളൂ. വബിക അർഫഉഹു. വബിക അർഫഉഹു. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു. എന്താണ്? ഒന്നുകൂടി. فإن أمسكت نفسي فإن أمسكت نفسي فإن أمسكت نفسي فارحمها فارحمها. فإن أمسكت نفسي فارحمها. baiklah. Nauri. فإن أمسكت نفسي فارحمها. نوري. وإن أرسلتها فاحفظها وإن أرسلتها فاحفظها. نوري. وإن أرسلتها
فاحفظها അതുപോലെ وإن أرسلتها فاحفظها نوري بما تحفظ به بما تحفظ به عبادك الصالحين بما تحفظ به عبادك الصالحين عبادك الصالحين പിന്നെ അർത്ഥം പറയാം ശ്രദ്ധിക്കുക ബിസ്മിക റബ്ബി ബിസ്മിക റബ്ബി എന്റെ റബ്ബായ നിന്റെ നാമം കൊണ്ട് നമ്മൾ അള്ളാഹുവോട് പറയാം എന്റെ രക്ഷിതാവായ നിന്റെ നാമം കൊണ്ട് ചില നമ്മൾ ഈ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ അള്ളാഹുമ്മ വിളിക്കും റബ്ബി അല്ലെങ്കിൽ റബ്ബനാന്ന് പറയും അല്ലെ ചില പ്രാർത്ഥനകളിൽ ഡയറക്റ്റ് അള്ളാഹുവോട് ഇങ്ങനെ വർത്താനം പറയുന്നത് പോലെയുള്ള പ്രാർത്ഥനകൾ ഇത് വിവരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഇപ്പൊ നമ്മള് സാധാരണ മക്കളോട് അല്ലെങ്കിൽ ഭാര്യനോട് വാതില കടച്ചില് എന്നോട് കടച്ചില് കുട്ടിക്കില് ഏറ്റവും ഭംഗിയില് എന്നൊക്കെ ചോദിക്കും അല്ലെ അതൊക്കെ കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഉറപ്പെത്തി കുടുംബനാഥൻ കിടക്കുക അല്ലെ ഇപ്പൊ നമ്മൾ അവസാനം വർത്താനം പറഞ്ഞത് ആരോടാണ് അല്ല നമ്മൾ അവസാനം സാധാരണ നമ്മൾ വർത്താനം പറഞ്ഞത് ആരോടാണ് നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരോട് അല്ലെ ഏറ്റവും അടുത്ത ആൾക്കാർ അപ്പൊ വാപ്പ വയസ്സായ വാപ്പയില്ലെങ്കിൽ വാപ്പാനെ കുറിപ്പിച്ച് ഒതുണ്ടാക്കി വാപ്പാനെ കൊണ്ടേ കിടത്തി അവർ കണ്ണോയിട്ട എന്തെങ്കിലും ആവശ്യം വിളിച്ചോയിട്ട അല്ലെങ്കിൽ അമ്മാനോട് എന്തെങ്കിലും ആവശ്യം അമ്മ അപ്പുറത്തിന് വിളിച്ചോയിട്ട എന്നൊക്കെ അമ്മാനോട് വർത്താനം പറഞ്ഞ് പോയി കിടക്കും അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ വർത്താനം പറയും എന്നാൽ അവരെക്കാളൊക്കെ ഭാര്യനേക്കാൾ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടത് ആരാ അല്ലേ അപ്പൊ എന്തോ രാത്രി എന്തോ ഒരു ദിവസം നമ്മൾ ഉറങ്ങണ മുമ്പ് നമ്മളെ സംസാരം ആരോടാവണം അമ്മാനോട് സംസാരിച്ചിട്ട് ഉറങ്ങാം അതൊന്ന് ആലോചിച്ചു ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ ഇത് രാത്രി നമ്മൾ ഇന്നും കിടന്നുറങ്ങി ചൊല്ലിയിട്ട് നമ്മൾ കിടന്നുറങ്ങി അങ്ങനെ മരിച്ചാൽ ഇപ്പോൾ ആലോചിച്ചിട്ട് എത്രയോ മരണങ്ങൾ പ്രത്യേകിച്ച് ഈ പിന്നെ ഗൾഫ് നാടുകളിൽ ഈ പ്രവാസികളിലൊക്കെ എന്നും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നത് ചെറുപ്പക്കാർ വളരെ വളരെ ചെറുപ്പക്കാർ ഒരു പിന്നെ രോഗമോ ഒന്നുമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് രാത്രി നമുക്ക് വല്ലാത്തൊരു വേദനയും അത്ഭുതമൊക്കെ തോന്നും എത്രയോ മരണങ്ങളൊക്കെ തീർക്കണില്ലേ ഇതൊക്കെ കേട്ടവരും ഇതേമാതിരി ചിന്തിച്ചവരുമാണല്ലോ ഇവരൊക്കെ അപ്പൊ രാത്രി കിടക്കും ഇത് ചൊല്ലിയിട്ട് രാത്രി അത് കിടന്നുറങ്ങിയിട്ടാണ് അയാൾ മരിച്ചതെങ്കിൽ അയാൾ അവസാനം വർത്താനം പറഞ്ഞത് ആരാണ് അല്ലെ ഇപ്പൊ ഞമ്മൾക്ക് വേണ്ടിയില്ലേ ചില ആൾക്കാർ ചില മരണങ്ങളൊക്കെ നടന്നാൻ പറയും ഇന്നലെയും കൂടി കണ്ട് സംസാരിച്ചതാണ് ഇന്നലെയും കൂടി ഈശോക്ക് പള്ളിയിൽ നിന്ന് കണ്ടതാണ് ഇന്നലെയും കൂടി ഈശോക്ക് പള്ളിയിൽ നിന്ന് കണ്ടാന്ന് പറഞ്ഞാല് അത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെ പള്ളിയിൽ നിന്ന് കണ്ട് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് അല്ലെ അത്രയും വലിയ ബന്ധമാണ് അപ്പൊ അതേപോലെ എന്നും രാത്രി അയാൾ മരിക്കണ മുമ്പ് അയാൾ അവസാനമായി സംസാരിച്ചത് ആരോടാ ബിസ്മിക റബ്ബി എന്റെ റബ്ബായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വദഅതു ജംബി എന്റെ ഈ ഭാഗം ഞാൻ വെച്ചിരിക്കുന്നു വദഅന വെച്ചു വദഅതു ജംബി ജബ്ബറ ഭാഗം ഈ ഭാഗത്ത് എന്റെ ഈ ഭാഗം ഞാനിതാ എന്റെ പെട്ടിൽ വെച്ചിരിക്കുന്നു വദഅതു ജംബി എന്നാൽ അപ്പൊ നമ്മൾ മരുന്നല്ല കിടക്കേണ്ടത് ഉറപ്പായി കിടക്കേണ്ടത് എങ്ങനെ ചെരിഞ്ഞ് കിടക്കണമെന്ന് മനസ്സിലായി എന്നാൽ ശാസ്ത്രം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മലർന്ന് കിടക്കുന്നതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നത് കിടക്കാൻ പാടില്ല ഹറാമാണെന്നല്ല പറഞ്ഞത് കമേന്ന് കിടക്കരുത് കമേന്ന് കിടക്കാൻ പാടില്ല എന്ന ഹദീസിലുണ്ട് ചെരിഞ്ഞ് കിടക്കുക അതാണ് ശരിയായ ഉറക്കിന്റെ രൂപം അതും ഏത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക ഒതായിട്ട് ചെപ്പി എന്റെ ഈ ഭാഗം ഞാനിതാ വെച്ചിരിക്കുന്നു ബാക്കി വായിക്കി പഠിച്ചവനെ വ്യക്തത ഞാനാണ് ഇനി അത് ഉയർത്തേണ്ടത് ആരാണ് നീയാണ് അപ്പോ ചില ആൾക്കാർക്ക് ഉയർത്താൻ കഴിയില്ല ഉയരൂല കാരണം എന്തായിരിക്കും ആ ഉറക്കിലവര് നിന്നെ കൊണ്ടാണ് അള്ളാഹുവെ അതിനെ ഉയർത്തുക നീയാണ് അതിനെ ഉയർത്തുക ബാക്കി ഇനി എന്റെ റൂഹിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കണം പിടിച്ചു വെക്കാൻ പറഞ്ഞാൽ യുംസിക്കുലത്തി കഥ അലേഹൽ യുംസിക്കുലത്തി കഥ അലേഹൽ പറഞ്ഞ ആറ്റില് പറഞ്ഞില്ലേ പറഞ്ഞത് പിടിച്ചെടുക്കും പറഞ്ഞില്ലേ ആ വാക്കാണിത് ആ അംശക്ക പറഞ്ഞ മുതാരിയുടെ യുംസിക്കുന്നുള്ളത്
ഈ നംസക്ത നഫ്സി ഫർഹമ, നീ ആത്മാവിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹമ, നീ അതിനോട് കാരുണ്യം കാണിക്കണം പഠിച്ചോനെ. എന്ന് പറഞ്ഞാൽ അതിന് റഹ്മത്ത് കൊടുക്കുക പഠിച്ചോനെ, നിന്റെ കരുണ കൊടുക്കുക പഠിച്ചോനെ. എന്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ നീ കരുണ കാണിക്കുക പഠിച്ചോനെ. ബാക്കി നീ ഇനി അതിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ, പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ നീ അതിനെ വിടുകയാണെങ്കിൽ നീ അതിനെ കാക്കണം. എന്നാൽ ഇനി ഞാന് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ പഠിച്ചോനെ നീ എന്നെ കാക്കണം. ഏതുവരെ? ഏതുവരെ കാര്യം? മരിക്കണവരെ കാക്കണം. ആരുടെ കൂട്ടത്തിൽ? നല്ല അടിമകളുടെ, നിന്റെ നല്ല അടിമകളുടെ സംരക്ഷണം, നിന്റെ നല്ല അടിമകൾക്ക്, നിന്റെ അടിമകളായ നല്ല ആളുകൾക്ക് കൊടുക്കുന്ന സംരക്ഷണം പോലെയുള്ള സംരക്ഷണം അവരിലായിക്കൊണ്ട് നീ സംരക്ഷിക്കണം പഠിച്ചോനെ. എന്നാൽ ഇപ്പൊ മരിച്ചു, ഞാൻ എഴുന്നേറ്റു, ഇനി മരിക്കുന്നത് വരെ നല്ല അടിമയായി സ്വാലിഹായിട്ട് ജീവിക്കാനുള്ള കഴിവാണ്. ഞാൻ ജീവിക്കുകയാണെങ്കിൽ സ്വാലിഹായിട്ട് ജീവിക്കണം. എങ്കിലും എന്ത് പറ്റുള്ളൂ? സ്വാലിഹായിട്ട് സ്വാലിഹായിട്ട് ജീവിച്ചെങ്കിലേ സ്വാലിഹായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലായത്? പൊതുവെ അർത്ഥം പറഞ്ഞു കൊടുക്കാം. മറ്റേ രണ്ടാണോ നോക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതൊന്ന് പറയട്ടെ. باسمك ربي وضعت جنبي وبك ارفعه ان امسكت نفسي فارحمها وان ارسلتها فاحفظها بما تحفظ به عبادك الصالحين. باسمك ربي وضعت جنبي وبك ارفعه وان امسكت نفسي فارحمها وان ارسلتها فاحفظها بما تحفظ به عبادك. ഇതെല്ലാവരും കാണാതെ പഠിക്കുക, ഇതിന്റെ അർത്ഥം പഠിക്കുക, ചൊല്ലി നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വരുമ്പോഴേക്ക് നമുക്ക് ഇത് കാണാതെ പഠിക്കണം. ഇതിന് ശേഷം കണ്ട് അതുകൂടി ഇത് കളയേണ്ട ആരും എല്ലാവരും കയ്യിൽ കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആവശ്യം ഉണ്ടാവും. ഇതിന്റെ ബാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം കൂടി പറയട്ടെ. നമ്മള് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാനായിരുന്നു. ഇന്നത്തെ ദിവസം നമുക്കറിയാം ദുനിയാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽപ്പെട്ട ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് ഇന്നത്തെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഖുർആൻ ക്ലാസ് മതിയില്ല, ഇനി വരാനുള്ള ഖുർആൻ ക്ലാസ് മതിയില്ല. മറിച്ച് അല്ലാഹുവിന് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പിന്നെന്താ പറഞ്ഞത്? അഅ്ളമു ഇൻദല്ലാഹ്, അസ്കാ ഇൻദല്ലാഹ്. എത്ര വാക്കുകളാ? അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തമായത്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്. അങ്ങനെ തുടങ്ങിയിട്ട് 4-5 പ്രയോഗങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിന് ആദ്യത്തെ 10 ദിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ദിനങ്ങൾക്കുള്ള പ്രത്യേകത ലോകത്ത് വേറെ ഒരു ദിവസം, ഒരു വർഷത്തിൽ വേറെ ഒരു ദിവസത്തിനും ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനം, ഏറ്റവും ഹൈറായ ഒരു കാര്യത്തിന്, ഭൂമിയിലെ ഏറ്റവും ഹൈറായ കാര്യമാണ് അള്ളാഹുവിനെ പ്രവർത്തിക്കുന്നത്. അതിന് പങ്കാളികളാകാൻ സാധിച്ചു എന്നത് അള്ളാഹു നമുക്ക് തമ്മിൽ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സൗഭാഗ്യം. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട? ചെറുതായി കാണണം. ഇൻഷാ അല്ലാഹ് ഇനി 9 മണിക്ക് അണ്ണാനഗറിലും 10:30 മണിക്ക് MMA-ലും 3:15 പിന്നെ 2:45 അടയാറും ഉണ്ട്. ഏതിനൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അതിനൊക്കെ പങ്കെടുത്തോളൂ ഇന്നത്തെ ദിവസം. കാരണം ഇനി അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഈ ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു. നമ്മളെ നാളെ മാഷറയും പരലോകത്ത് നമ്മളെ ഇതിന് കണക്ക് പറഞ്ഞിട്ടില്ല. ലൈലത്തുൽ നമ്മൾ എന്താ പറഞ്ഞത്? 1000 മാസത്തേക്കാണെന്നാ പറഞ്ഞത് അല്ലേ? ഇതിന് അന്നെന്ത് പറഞ്ഞില്ല, പരിധി പോലും വെച്ചിട്ടില്ല, പരിധി പോലും വെച്ചിട്ടില്ല ഈ ദിവസങ്ങൾ. അപ്പം ഹദീസിൽ കാണാം, നബി വേറെ ഒരു ദിനങ്ങൾക്കുമില്ലാത്ത വലിയ ഒരുക്കം ഈ ദിവസത്തിന് വേണ്ടി അല്ലാഹു റസൂൽ നടത്തിയതാണ്. അതുകൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഖുർആനിൽ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ 10 രാവുകൾ തന്നെയാണ് സത്യം. അതിനെ കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത് എന്താണ്? ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഈ പ്രാർത്ഥന
ഇത് ഖുർആനിന്റെ ജവാബായിട്ട് വന്നതാണ് അല്ലെ. ഈ ഒരു പ്രാർത്ഥന കുറച്ച് വാർത്ത നമ്മൾ ചൊല്ലി. അതുപോലെ തന്നെ ഖുർആന്റെ സുഹൃത്ത് പിന്നെ സുമറിലെ ഇത്രയും ആയത്തുകൾ പലതവണ നമ്മൾ ഓതി. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും തഖ്വയും ഖുശൂഉം ഒക്കെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന ദർജ ലഭിച്ചവനായി തിരിച്ച് എല്ലാവരും തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെയും നമ്മുടെ പൊന്നു മാതാപിതാക്കളെയും നമ്മുടെ പൊന്നു മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും നിറവേറ്റി തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا